ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുണ്ടല്ലോ, ഇത് ഞങ്ങളുടെ ബാക്ക് യാർഡിലുള്ള ഗ്രേപ്സ് ആണ് കേട്ടോ. അപ്പോൾ ആ ഗ്രേപ്സ് അപ്പുറത്തെ പറമ്പിലാണ് മൊത്തം പിടിച്ച് കിടക്കുന്നത്. ഞാൻ അതിങ്ങനെ പിച്ചാനായിട്ട് വന്നതാണ്, ജോലി കഴിഞ്ഞ് വന്ന സമയത്ത്. എന്നാൽ ഗ്രേപ്സ് പിച്ചാലോന്ന് ഓർത്ത് ബാക്ക് യാർഡിലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു ഗ്രേപ്സും ഇല്ല. എല്ലാം റെക്കൂണും സ്കങ്ങൊക്കെ വന്ന് കഴിച്ചിട്ട് ഒന്നും ഇല്ലാണ്ടായി. എല്ലാം അപ്പുറത്തെ പാർക്കിൽ വന്നിങ്ങനെ നിറഞ്ഞു കിടക്കണം. അപ്പം ഞങ്ങൾ പാർക്കിലോട്ട് ഇങ്ങനെ നടന്നു വന്നിട്ട് ഈ ഗ്രേപ്സ് ഒക്കെ ജ്യൂസ് അടിക്കാൻ നല്ല ഗ്രേപ്സ് ആട്ടോ. അപ്പം ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പിച്ചിട്ട് പോകാലോന്ന് ഓർത്തിട്ടാണ് ഞാൻ കാണിച്ചു കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് ഗ്രേപ്സ് ആണ്. ഇത് മൊത്തം ഇങ്ങനെ താഴത്തേക്ക് വന്ന് ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ മൊത്തം കാടായതുകൊണ്ട് ഉള്ളിലേക്ക് പോകാൻ പറ്റത്തില്ല. വേറെ ഞാൻ കുറച്ച് ഓൾറെഡി പിച്ച് കഴിഞ്ഞു കേട്ടോ. ഒരു കവറിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ പഴുത്ത ഗ്രേപ്സ് നോക്കിയിട്ട് പിച്ചെടുത്ത് ഇതിനകത്ത് നിന്ന് ഇനി നമുക്ക് നല്ലത് നോക്കി മാറ്റേണ്ടി വരും. കുറേ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ നെല്ലിക്കയും ചാമ്പക്കയൊക്കെ പിടിക്കുന്ന പോലെ ഇങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ. വേറെ ഞാൻ കാണിച്ചു തരാം കുറച്ചും കൂടിയൊക്കെ. ഇവിടെ ഞാൻ ഓൾറെഡി ഇത് കുറച്ച് പിച്ചിയതാണ്. ഇത്ര ഞാനിപ്പോൾ പിച്ചെടുത്തതാണ്. പിന്നെ ഞാൻ കുറച്ച് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി എൻ്റെ ബാഗിനകത്ത് ഞാൻ ഒരു കവറായിട്ടാണ് ഞാൻ വന്നത് വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് ഞാൻ വേറെ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഇപ്പം എനിക്കിതിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതിനകത്ത് ഒത്തിരി ഉണ്ട് കേട്ടോ, വലുതും ചെറുതും ഒക്കെ ആയിട്ട്. പക്ഷേ കുറേ പഴുത്തത് കുറേ പഴുക്കാത്തത് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ വീണ്ടും അതിനുള്ളിലേക്ക് കയറി പോകുന്നു. ഇതിൻ്റെ ഏറ്റവും ഉള്ളിലേക്ക് കയറാൻ ബുദ്ധിമുട്ടില്ല. ഇതൊക്കെ കണ്ടോ, നല്ല കറുത്ത ഗ്രേപ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ പിച്ചെടുക്കാൻ പറ്റും. ഒത്തിരി ഉണ്ട് കേട്ടോ. എന്തോരം ഗ്രേപ്സ് ആണെന്നറിയാവോ. ഞാൻ ആദ്യം ശരിക്കും വിചാരിച്ചത് എഡിബിൾ അല്ല എന്നാണ്. പക്ഷേ ഈ ഇങ്ങനത്തെ ഇത് നമ്മുടെ ബാക്ക് യാർഡിൽ തന്നെ നട്ടിട്ടുള്ള ഗ്രേപ്സ് ആയതുകൊണ്ട് എഡിബിൾ ആണ്. വൈനിടാനും നല്ല ഗ്രേപ്സ് ആണ്. ഇത്രയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ എന്തായാലും പറ്റത്തില്ല. നല്ല കട്ടിയുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. ഇത്ര ഞാൻ ഇപ്പോൾ പിച്ചോളൂ. ഒരു ജ്യൂസിനുള്ള വൈനിടാൻ പോകുന്നില്ല എന്തായാലും. അപ്പോൾ ജ്യൂസിനുള്ള ഗ്രേപ്സ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ജ്യൂസ് അടിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ്. ആദ്യമൊക്കെ ഞങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര പുളിയായിരുന്നു. പക്ഷെ ഇപ്പം ചെറുതായിട്ട് മധുരം വെച്ചു തുടങ്ങി. പക്ഷെ നമ്മൾ നാട്ടിൽ മേടിക്കില്ലേ ജ്യൂസ് ഇടാൻ വേണ്ടിയിട്ടുള്ള അരിയുള്ള മുന്തിരി, അതിൻ്റെ അതേ ടേസ്റ്റാണ് ഇപ്പോൾ. അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് വീട്ടിൽ പോയിട്ട് ഇത് കൂട്ടി വെച്ചിട്ട് കാണാം. അപ്പോഴേ ഇത്രയാണ് നമ്മൾ ഇന്ന് പിച്ചിയ മുന്തിരി. കുറേ അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു, കറുത്തത് പഴുത്തതൊക്കെ ആയിട്ട്. പക്ഷെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇനി എനിക്ക് കയറി പോകാൻ വയ്യാത്തത് കൊണ്ട് ഇത്രയും പിച്ചി. പിന്നെ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറേ മൽബറി ഉണ്ടായിരുന്നു. ഈ മൽബറിയിലാണ് ഇത് പടന്ന് കിടക്കുന്നത് മുന്തിരി. ഈ മൽബറി പിടിച്ച സമയത്ത് വീഡിയോ ഇടാൻ പറ്റില്ല, ഒത്തിരി മൽബറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.